എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മനു കൊല്ലപ്പള്ളിയിലേക്ക് എത്തുന്നു. കോളിമ്പല് അടിക്കുന്നത് വാതിൽ തുറക്കുന്ന കമലയ്ക്ക് അത്ഭുതം. ഇതെന്താടാ നീ ഈ നേരത്തെ എന്ന് ചോദിക്കുമ്പം എനിക്ക് ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയും. അന്നേരം ചോദിക്കും നിൻ്റെ കയ്യിൽ എന്താ ഇത്രയും വലിയ ബാഗെന്ന്. അന്നേരം മനു പറയുന്നുണ്ട് വാഷ് ചെയ്യാനുള്ള തുണിയൊന്നും അവിടെ വാഷ് ചെയ്തിട്ടില്ല, ഞാൻ നേരെ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയും. നേരെ അകത്തോട്ട് കയറിയതിന് ശേഷം അമ്മ എനിക്കൊരു ചായ എടുത്ത് തരാമോ എന്ന് ചോദിക്കും. എടുത്തു തരാം എന്ന് പറഞ്ഞ് പോകുന്ന കമല പിന്നെ വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടാണോ വന്നത് എന്ന്. അന്നേരം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. പോരുന്ന വഴിക്ക് ഒരു കടയിൽ നിന്ന് ബർഗർ മേടിച്ചു, കാപ്പി മേടിച്ചു, അത് ഞങ്ങൾ വണ്ടിയിലിരുന്ന് തന്നെ കഴിച്ചു. അനന്യ ഉണ്ടായിരുന്നു കൂടെ എന്ന് പറയുമ്പോഴേക്കും കമലയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അനന്യ ഉണ്ടായിരുന്നോ, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അവിടുന്ന് പോകുന്നത് എന്ന് ചോദിക്കും. അന്നേരം അതേന്നേ, അവൾ രാവിലെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു, അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചാണ് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടാണോടാ, ഭയങ്കര ഇഷ്ടമാണോ നിനക്ക് അവളെ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ഞങ്ങൾ കോളേജ് മേറ്റ്സ് ആണ് എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ. അതുപോലെ അവൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് അവിടെ ജോലി കിട്ടിയതും. ഇതൊന്നും അമ്മയ്ക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അറിയാം, നിങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടാണോ എന്ന് വിളിക്കാറുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരിടത്തല്ലേ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് എന്നും കാണാറുമുണ്ട് സംസാരിക്കാറുമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാട്ടോ കമലയ്ക്ക്. കമല നേരെ ചായ എടുക്കാൻ പോണു. അന്നത്തേക്കും മനു അനന്യ ഫോണിൽ വിളിച്ചിട്ട് ഇവിടെ എത്തി, വീട്ടിലെത്തി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത കോള് വിളിക്കുന്നത് നമ്മുടെ അലീനയാണ്. ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറേ നേരമായിട്ട് ഫോൺ എടുക്കുന്നില്ല. അന്നേരം മുത്തശ്ശിയുടെ അടുത്ത് തന്നെ ഫോൺ ഇരിപ്പുണ്ട്. അന്നേരം മുത്തശ്ശി അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് മോളെ ദേ നിനക്കൊരു ഫോൺ കോൾ വന്നു, നീ ഇത് എടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുറേ നേരം അടിച്ച് കഴിയുമ്പോഴേക്കും മുത്തശ്ശി അത് എടുത്തിട്ട് കുറച്ച് നേരോടെ അലിനെ വിളിച്ചിട്ട് കാണാതെ ആകുമ്പം അത് ഓണാക്കുവാണ്. എന്നിട്ട് ഹലോ വയ്ക്കുന്നത് മനു അപ്പുറന്ന് മുത്തശ്ശിയാണോ ഇപ്പോൾ അലീനയുടെ ഫോൺ കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിക്കും. അന്നേരം അതൊന്നും അല്ലടാ, അവൾ ഈ ഫോൺ ഇവിടെ വെച്ചിട്ട് അടുക്കളയിൽ എന്തോ വലിയ പണിയാണ്, അതുകൊണ്ട് എടുത്തില്ല, അതുകൊണ്ടായെന്ന് പറയും. അന്നേരം എങ്ങനെയുണ്ട് മുത്തശ്ശി, സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് സുഖം, ഞാൻ വീണ്ടും കിടപ്പിലായി, എനിക്ക് വയ്യാണ്ടായി മോനെ എന്ന് പറയുമ്പോൾ എന്താ മുത്തശ്ശി എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. ഞാൻ പിന്നെ വീണു, അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്, നീ വരുമ്പം പറയാം, നീ ഇങ്ങോട്ട് വരില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഞാൻ വരും മുത്തശ്ശി, കുറച്ച് കഴിയുമ്പോൾ വന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് പറയും. അന്നേരം എന്നാൽ നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ വന്നോളാം, വന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയും. അന്നേരം അലീനയുടെ കൈ കൊടുക്കണമെന്ന് മുത്തശ്ശി ചോദിക്കും. അന്നേരം വേണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അന്നേരം കണ്ടോളാം എന്നും പറയുക. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചായ എടുത്തുകൊണ്ട് വരുന്ന കമല കേൾക്കുന്നുണ്ട്. കമലയ്ക്ക് അതങ്ങ് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ഏതായാലും മനു ഫോൺ വെച്ച് കഴിയുന്നത് കമല ചോദിക്കും നീ ആരുടെ ഫോണിലേക്കാണ് ഇപ്പോൾ വിളിച്ചതെന്ന്. അന്നേരം ഞാൻ അലീനയുടെ ഫോണിലേക്കാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ അവളുടെ ഫോണിലേക്കോ, അതിന് നീ അങ്ങനെ വിളിച്ചത്, അവൾ നിന്നെ വിളിക്കുമായിരുന്നോ അതോ നീ അങ്ങോട്ട് വിളിക്കുമായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട് അമ്മ കേട്ടില്ലായിരുന്നോ ഞാൻ സംസാരിച്ചത്, മുത്തശ്ശിയോടാണ് സംസാരിച്ചത്, കേട്ടില്ലായിരുന്നു കഴിയുമ്പോൾ കേട്ടു, പക്ഷേ ആ കോൾ എങ്ങനെയാണ് വന്നത്, അവൾ ഇങ്ങോട്ട് വിളിച്ചതാണോ നീ അങ്ങോട്ട് വിളിച്ചതാണോ എന്ന് അറിയണമെന്ന് പറയും. അപ്പം മനു ചോദിക്കുവാണ് അവൾ ഇങ്ങോട്ട് വിളിച്ചതാണെങ്കിൽ എന്താ കുഴപ്പമെന്ന്. അന്നേരം കമല പറയും ഇങ്ങോട്ട് വിളിച്ചതാണെങ്കിൽ അത് അവളുടെ അഹങ്കാരം. അന്നേരം മനു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചതാണെങ്കിലോ എന്ന് ചോദിക്കും. അന്നേരം പറയുവാണ് നീ അങ്ങോട്ട് വിളിച്ചതാണെങ്കിൽ അത് നിൻ്റെ അല്പത്തരം എന്ന് പറയുവാണ്. അന്നേരം അതെന്താമ്മ അങ്ങനെ ഒരു ഭാഷ എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട് അങ്ങ് കടപ്പാട്ടൂരിലെ അടുക്കള വേലക്കാരിയെ നീ വിളിക്കേണ്ട എന്ത് കാര്യമാണുള്ളത്, അതിൻ്റെ ആവശ്യമില്ല മനു, നമുക്ക് നമ്മുടേതായ ഒരു വിലയുണ്ട്, അത് നീ ആയിട്ട് കളഞ്ഞു കുളിക്കരുത് എന്ന് പറയും. അന്നേരം മനു ചിരിച്ചുകൊണ്ട് ചോദിക്കുവാണ് അങ്ങനെ വിലയുണ്ടോ നമുക്ക്, അവളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വില അങ്ങ് പോവുമോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് കുറേ തവണ അലീനോട് സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ വില ഇടിഞ്ഞിടിഞ്ഞ് ഞാനിപ്പോൾ ഒരു തറ ലെവലിലെത്തി കാണുമല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഒരേ ലെവലിലായി, ഇനിയിപ്പം ഇഷ്ടം പോലെ സംസാരിക്കാം, ഒരു കുഴപ്പമില്ല എന്ന് മനു പറയുക. അന്നേരം ദേഷ്യം വരുന്നുണ്ട് കമലയ്ക്ക്. കമലയുടെ കയ്യിൽ നിന്ന് ആ ചായ മേടിച്ചുകൊണ്ട് മനു പയ്യെ അങ്ങ് പോകും. എന്നിട്ട് ആ സോഫയിൽ പോയിരിക്കുക. അന്നേരം കമല പുറകെ ചെല്ലും. എന്നിട്ട് കമല പറയുവാണ് മനു നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുകയില്ലേ, നമുക്ക് നമ്മുടേതായ വിലയുണ്ട്, അത് കളഞ്ഞ് നീ ഇങ്ങനെ പെരുമാറരുത്, ഇത് ശരിയാകുകയില്ല എന്നൊക്കെ പറയുമ്പോൾ മനു അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആ ചായ കുടിച്ചിട്ട് അമ്മയുടെ ചായ നല്ല ചായ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നേക്ക് അവൻ്റെ ഒരു ചായ എന്ന് പറഞ്ഞിങ്ങനെ കടിച്ച് പിടിച്ച് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അന്നേരം മനു ഇങ്ങനെ ഓർക്കുക ഇതെന്തൊരു കഷ്ടം, നല്ലതാന്ന് പറഞ്ഞാലും ദേഷ്യപ്പെടുവോ, ഇങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് നമ്മുടെ രേവതിക്കുട്ടിയാണ് കാണിക്കുന്നത്. രേവതിക്കുട്ടി അലീനെ വിളിക്കുക. എന്നിട്ട് അലീനോട് പറയുന്നുണ്ട് ചേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഓഫ് ചെയ്ത് വെക്കരുത് കേട്ടോ, ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ആകെ ടെൻഷനാന്ന് പറയുമ്പോൾ നീ എന്തിനാടി ടെൻഷൻ അടിക്കുന്നത്, ഫോണില്ലാത്ത കാലത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നതല്ലേ, അപ്പോഴും കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം രേവതി
പറയുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ, എനിക്ക് ചേച്ചിയെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പേടിയാണ്. അവിടെ ആ ഹരിശങ്കറും രോഹിത്തും ഒക്കെ ചേച്ചിയോട് ചെയ്ത ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പം എനിക്ക് ടെൻഷനാണ്. നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും ചോദിക്കത്തില്ല. അവരുടെ മകൻ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവൻ്റെ കൂടെയല്ലേ നിൽക്കുകയുള്ളൂ. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ആകെ പേടിയായെന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, ഇതെല്ലാം ഫേസ് ചെയ്യാൻ ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്, അതുകൊണ്ട് നീ പേടിക്കണ്ടെന്ന് പറയുമ്പം രേവതി പറയുവാണ്, എൻ്റെ പോലത്തെ ഒരു വീട് മതിയായിരുന്നു ചേച്ചിക്ക് എന്ന്. അന്നേരം അത് സാരമില്ല, നീ സുരക്ഷിതയായിട്ട് ഇരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, അതുപോലെ ഒരു വീട് നിനക്ക് കിട്ടിയല്ലോ, അത് മതി എനിക്കെന്ന് പറയുമ്പം രേവതി ചോദിക്കുവാണ്, ഞാൻ ഇവിടെ ചോദിക്കട്ടെ, ഇവിടെ ചേച്ചീനെ കൂടെ എടുക്കാവോ എന്ന് ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലടി, നീ പേടിക്കുമൊന്നും വേണ്ട എന്ന് പറയും. എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം കേട്ടോ, എനിക്കിവിടെ ഇത്തിരി പണിയുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അലീന ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം മാമച്ചായൻ്റെ വീട്ടിലോട്ട് മാമച്ചായൻ്റെ അനിയനും ഭാര്യയും മകനും ഒക്കെ വരുവാണ്. അവർക്ക് ഭയങ്കര സന്തോഷം, ഒരുപാട് കാലം കൂടി കാണുന്നതാണ്. ഓടെ അടുത്ത് വരുന്ന വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കോതമംഗലത്ത് നിന്ന് നേരെ ഇങ്ങോട്ടുമായിട്ട് തന്നെ പോകുന്നതാണോ എന്ന്. എന്നിട്ട് അവർ പറയുവാണ്, അവരുടെ മകനുണ്ട് റോണി, അവന് ഏവിയേഷൻ പഠിക്കണം, അതിന് ചേർക്കാൻ വേണ്ടി വന്നതാണ്, അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ചില ആവശ്യങ്ങൾക്കായിട്ട് വന്നതാണ് എന്ന് പറയും. കുറേ നേരം അവിടെ നിന്ന് വിശേഷമൊക്കെ ചോദിക്കും. അതുപോലെ അവരുടെ മകൾ ഇപ്പോൾ എവിടെയാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ മഹാരാജാസ് കോളേജിലാണ് പഠിക്കുന്നത് എന്നൊക്കെ പറയും. ഈ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവരകത്തേക്ക് പോകുന്നു. അകത്ത് പോയി ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് രേവതിക്കുട്ടി ജ്യൂസുമായിട്ട് ചെല്ലുന്നത്. അത് കയ്യിൽ പിടിച്ച് അവർക്ക് കൊടുക്കുന്നതേക്കും അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല സെലിൻ എന്ന് പറയുന്നത് അനിയൻ്റെ വൈഫാട്ടോ. അന്നേരം രേവതിയോട് പറയുന്നുണ്ട്, നീ അത് പൊക്കി പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുമൊന്നും വേണ്ട, അത് അങ്ങോട്ട് വെച്ചാൽ മതി, ഞങ്ങളെടുത്ത് കുടിച്ചോളാം എന്ന്. അപ്പോൾ രേവതിക്ക് ഒരു ചെറിയ വിഷമം, ഇങ്ങനെയൊന്നും അല്ലല്ലോ ഗ്രേസിയമ്മ രേവതിയോട് പെരുമാറുന്നത്. ഏതായാലും അതവിടെ വെക്കുന്നു. വെച്ച് കഴിയുമ്പോഴത്തേക്കും ഗ്രേസിയമ്മയോട് ചോദിക്കും, ഇതാണ് ഇവിടുത്തെ പുതിയ വെപ്പുകാരി എന്ന് ചോദിക്കും. അന്നേരം അതേന്ന് പറയുമ്പം, ഇവൾക്ക് ഇത്തിരി സ്വാതന്ത്ര്യം കൂടുതൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ, അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ തോന്നി എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നുമില്ല, അവൾ ഈ വീട് നന്നായിട്ട് നോക്കുന്നുണ്ട്, ഞങ്ങളെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്ന് പറയുമ്പം, ഇവിടെ നിങ്ങളൊരു അനാഥാലയത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ, വേറെ ആരും ഇല്ലല്ലോ ഇവൾക്ക് എന്ന് ചോദിക്കുമ്പം, വേറെ ആരുമില്ല, ഏതായാലും ഞങ്ങളെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ പറയും. അന്നേരവും രേവതിക്കുട്ടിയുടെ ഒരു ഇഷ്ടക്കേടാട്ടോ സെലീന്. എന്നുവെച്ചാൽ രേവതിക്കുട്ടിക്ക് ഒത്തിരി സ്വാതന്ത്ര്യം കൂടുതലാണല്ലോ വീട്ടിൽ, അതുകൊണ്ട് തന്നെ. അന്നേരം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളവരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തണം, ചേച്ചി ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. അത് കേൾക്കുമ്പോൾ രേവതിക്കുട്ടിക്ക് ഇത്തിരി വിഷമമൊക്കെ ആവുന്നുണ്ട്. ഏതായാലും അവരുടെ സംഭാഷണം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ടായിരിക്കാം മാമച്ചായൻ, എടാ റോണി നീ വെറുതെ ഇരിക്കുകയാണ്, ആ ജ്യൂസ് എടുത്ത് കുടിക്കുക എന്ന് പറയും. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് നേരോടെ സംസാരിച്ചിരുന്നതിന് ശേഷം ഗ്രേസിയമ്മ ഇവരെ ജിജോയുടെ റൂം കൊണ്ട് കാണിക്കും കേട്ടോ. അപ്പോൾ ആ റൂമിൽ കയറി കഴിയുമ്പോൾ എല്ലാം വൃത്തിയാക്കി വെച്ചേക്കുന്നു, ഫോട്ടോസ് എല്ലാം ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നു, ഓരോക്കെ അടുക്കി ഓരോന്നൊക്കെ വെച്ചേക്കുന്നു. അന്നേരം സെലിൻ ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് ഞങ്ങൾ വന്ന സമയത്ത് ഈ റൂം ഇങ്ങനെ അടച്ചിട്ടേക്കുമല്ലായിരുന്നു, പൊടി പിടിച്ച് കിടക്കുമല്ലായിരുന്നു, ഇതാരാ ഇങ്ങനെ ആക്കിയത് എന്ന് ചോദിക്കുമ്പം, ഇതെല്ലാം രേവതിക്കുട്ടിയുടെ പണിയാ എന്ന് പറയും. അന്നേരം ജെയിംസ് ചോദിക്കുന്നുണ്ട്, ഈ ഫോട്ടോസൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന്. അന്നേരം ഇതെല്ലാം ഇവിടുത്തെ അലമാരിയിലും ഓരോ സ്ഥലത്തൊക്കെ ആയിട്ട് ഇരുന്നതാണ്, അവളെ ഇതെല്ലാം എടുത്ത് ഇങ്ങനെ സെറ്റാക്കി വെച്ചത് എന്ന് പറയുമ്പം സെലിന് ഒട്ടും ഇഷ്ടപ്പെടുകയില്ല. കാരണം രേവതിക്ക് അത്രയും സ്വാതന്ത്ര്യം അവിടെ ഉള്ളത് കൊണ്ടാണല്ലോ. അന്നേരം പറയുന്നുണ്ട്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, മരിച്ചു പോയവരുടെ ഫോട്ടോസ് ഇങ്ങനെ അലങ്കരിച്ച് വെക്കേണ്ട ഒരു കാര്യമില്ല, ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഹാളിൽ മാലയിട്ട് വെക്കണം, മരിച്ചവരുടെ ഫോട്ടോസ് അങ്ങനെയാണ് വെക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയും. അന്നേരം ഗ്രേസിയമ്മ വയ്ക്കും, അതിനെന്താടി കുഴപ്പം, ഈ റൂമിലേക്ക് ഇപ്പോൾ കയറി വരുമ്പം ഒരു പോസിറ്റീവ് എനർജി നിനക്ക് ഫീൽ ചെയ്യുന്നില്ല ചെയ്യുമ്പം, എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല, ഇവിടുത്തെ വേലക്കാരി പറയുന്നത് കേട്ടോണ്ട് ചേച്ചി താളത്തിന് തുള്ളാൻ നിൽക്കരുത്, ഇങ്ങനെയൊന്നും അല്ല വേണ്ടത്, അവളെ അവളുടെ സ്ഥാനത്ത് നിർത്തണം എന്നൊക്കെ പറഞ്ഞ് പിന്നെയും കുറ്റം പറയുവാട്ടോ. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മകനുമായിട്ട് ഒരുപാട് അകലമുണ്ടായിരുന്നു ഇത്രയും കാലം, ഇപ്പം അങ്ങനെയല്ല, ഈ റൂമിലേക്ക് വരുമ്പോൾ എനിക്ക് അവൻ്റെ അടുത്തിരിക്കുന്ന പോലെ അവനോട് സംസാരിക്കുന്ന പോലെ ഒക്കെ തോന്നുന്നുണ്ട്, എൻ്റെ വിഷമം പകുതി കുറഞ്ഞു എന്നൊക്കെ പറയുമ്പം സെലിൻ പറയുന്നുണ്ട്, അതൊക്കെ ചേച്ചിയുടെ വെറും തോന്നൽ മാത്രമാണ്, മരിച്ചവർ ഇവിടെ ഒന്നും കാണില്ല, അങ്ങ് കർത്താവിൻ്റെ അടുത്ത് ചെന്ന് കാണും സ്വർഗത്തിൽ എന്ന് പറയും. അന്നേരം ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, ഈ കർത്താവ് എവിടെയാണ് ഉള്ളത്, അങ്ങ് ശൂന്യാകാശത്താണോ, ഇവിടെയൊന്നും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ, ദൈവദോഷം പറയരുത് കേട്ടോ, അങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് പറയും. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ഏതായാലും ഞാൻ ഈ റൂം കാണിക്കാൻ കൊണ്ടുപോകുന്നത് ശരിയായില്ല എന്ന് എനിക്ക് മനസ്സിലായി, ഇനി ഒരുപാട് നേരം ഇവിടെ നിൽക്കണ്ട, ഇങ്ങ് ഇറങ്ങി പോരേ എന്ന് പറയുക കേട്ടോ. നേരെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഗ്രേസിയമ്മ ഇങ്ങ് ഇറങ്ങി പോരുന്നു. അവർക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഗ്രേസിയമ്മയും രേവതിക്കുട്ടിയും തമ്മിലുള്ള ആ ബോണ്ടും ആ ഒരു രീതിയൊന്നും.
ഏതായാലും ഇങ്ങനെ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ പറയുമെങ്കിലും ഫുഡെല്ലാം ഉച്ചയ്ക്ക് നല്ല രീതിയിൽ തട്ടിവിട്ടിട്ടുണ്ട്. എന്നിട്ട് ജെയിംസ് വന്നിട്ട് പറയുവാണ് ഭക്ഷണം കഴിഞ്ഞപ്പോഴേ ആകെ ക്ഷീണമായിപ്പോയി, നല്ല ഒന്നാം തരം ശാപ്പാടായിരുന്നു എന്ന്. അന്നേരം അത് കേട്ടുകൊണ്ട് വരുന്ന ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, അപ്പം നല്ല ഫുഡാണ് അത് സമ്മതിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ നല്ല സൂപ്പർ ഫുഡായിരുന്നു എന്ന് റോണി പറയൂ കേട്ടോ. പക്ഷേ സെലീനയ്ക്ക് അവിടെയും അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പറയുവാണ് കുഴപ്പമില്ല അത്രയേ ഉള്ളൂ എന്ന്. അതൊക്കെ ഗ്രേസിയമ്മയ്ക്ക് മനസ്സിലാവുന്നുമുണ്ട്. അതുകൊണ്ട് ഗ്രേസിയമ്മ പറയും ഏതായാലും നിങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, ഞാൻ താഴോട്ട് ചെല്ലട്ടെ എന്ന്. അങ്ങനെ ഗ്രേസിയമ്മ താഴോട്ട് പോയി കഴിയുമ്പോഴേക്കും അവർ റൂമിൽ കയറി വാതിലടയ്ക്കും. എന്നിട്ട് ജെയിംസിനോട് സെലീന പറയുവാണ്, അതെ ഈ രീതിയിൽ അവളെ വിട്ടിട്ടുണ്ടെങ്കിൽ ശരിയാകിയല്ല, ഇപ്പം ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം നിയന്ത്രിക്കുന്നത് ആ വേലക്കാരിയാണ്. മാമച്ചായനെയും ഗ്രേസിയമ്മയും ഒക്കെ അവളെ കയ്യിലാക്കി വെച്ചേക്കുക. ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾ ചെറിയൊരു ഓഹരി ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ചെന്നിരിക്കും, അതിനൊന്നും നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് എന്ന് പറയുമ്പം ജെയിംസ് പറയുവാണ്, എൻ്റെ അച്ചായൻ്റെ സ്വത്തിനെ ഞാൻ മാത്രമാണ് അവകാശി, വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന്. അന്നേരം സെലിൻ പിന്നെയും പറയുവാണ് സമ്മതിച്ചു കൊടുക്കരുതെന്നേ, കാരണം ആഫ്രിക്കയിൽ കിടക്കുന്ന കന്യാസ്ത്രീക്ക് ഈ സ്വത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അപ്പോൾ പിന്നെ അവൾക്ക് കൊടുത്തേക്കാന്ന് ഇവരങ്ങാനും തീരുമാനിച്ചാലോ, അതുകൊണ്ട് ഈ ബോണ്ട് നമുക്ക് പൊളിക്കണം എന്ന് പറയുക. അന്നേരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന റോണി പറയുന്നുണ്ട്, നിങ്ങളെന്താ ഇവിടെ ഗൂഢാലോചന നടത്തുവാണോ? അങ്ങനെയൊന്നുമില്ല, ആ പെങ്കൊച്ചിനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കട, നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകിയല്ല എന്ന് പറയും. എന്നിട്ട് സെല്ലും പറയുവാണ് ആ ചെറുക്കനെ ഏതായാലും ഏവിയേഷൻ അവിടെ ചേർക്കണം, അന്നേരം ഹോസ്റ്റലിൽ നിർത്തണ്ട ഇവിടെ നിർത്താം, അന്നേരം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അന്നന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ പയ്യെ പയ്യെ ഇവരുടെ മകളുണ്ടല്ലോ മഹാരാജാസ് കോളേജിൽ പഠിക്കുന്നുണ്ടല്ലോ, അവളെയും ഹോസ്റ്റലിൽ നിർത്തണ്ട, മോളെയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടണം. എന്നിട്ട് ആ രേവതി എന്ന് പറയുന്നവളെ എങ്ങനെയും ഇവിടുന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് നമ്മുടെ കൈവിട്ട് പോകുമെന്ന് പറയും. അന്നേരം റോണി പറയുന്നുണ്ട്, പിന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്നോളാം, എനിക്കിവിടെ നിൽക്കുന്ന ഇഷ്ടമല്ലെന്ന്. അന്നേരം സെലിം പറയുവാണ്, എടാ അങ്ങനെയൊന്നുമല്ല, ഇവിടെ നിൽക്കുവാണെങ്കിൽ നിനക്ക് സ്വന്തമായിട്ടൊരു റൂം കിട്ടും, AC ഉണ്ട്, നല്ല ഫുഡ് കിട്ടും, പിന്നെ ഇടയ്ക്കൊക്കെ നിനക്ക് പോക്കറ്റ് മണി ആയിട്ട് മാമച്ചായനോട് എന്തെങ്കിലും ചോദിച്ചു മേടിക്കാം, എങ്ങനെയുണ്ട് കൊള്ളാവോ എന്ന് ചോദിക്കുമ്പോൾ അതേതായാലും നന്നായി എന്ന് പറയും. അങ്ങനെ അവർ ഗൂഢാലോചനകളൊക്കെ നടത്തുന്നു. അത് കഴിഞ്ഞ് പോയേക്കാം എന്നുള്ള രീതിയിൽ താഴോട്ട് ഇറങ്ങി പോരുവാണ്. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്രയും നേരത്തെ പോകുന്നത്, ഇങ്ങനെ ഇത്രയും വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ തയ്യാറായിട്ട് വേണ്ടേ വരാൻ എന്നൊക്കെ ചോദിക്കുമ്പം മോള് വൈകിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പം തനിച്ച് അതുകൊണ്ട് ചെല്ലണം എന്ന് പറയും. അന്നേരം സെലിൻ അങ്ങനെ തട്ടുവാണ് ജെയിംസിനെ, പറ മറ്റേ കാര്യം കൂടെ പറ എന്ന് പറഞ്ഞ്. അന്നേരം മാമച്ചാൻ ചോദിക്കും, എന്നാടാ പറയാനുള്ളത്, എന്നാ വെച്ചാൽ പറ എന്ന് പറയുമ്പോൾ, അതെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവനെ ഏവിയേഷൻ ഇവിടെ ചേർക്കുമല്ലോ, അന്നേരം ഹോസ്റ്റലിൽ നിർത്തിയാൽ ശരിയാക്കിയല്ലേ, ഇവിടെ നിർത്തിയാലോ എന്ന് ഓർക്കുക എന്ന് പറയും. എനിക്ക് ഗ്രേസിയമ്മ ചോദിക്കും, അതെന്താ ഹോസ്റ്റലിൽ നിർത്തിയാലോ, ഹോസ്റ്റലിൽ നിർത്തുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ അവൻ ആ ഫുഡൊന്നും ഇഷ്ടപ്പെടുകയായിരുന്നേ, പിന്നെ വൃത്തിയൊന്നും കാണിയല്ല ഹോസ്റ്റലിൽ, ഇവിടെ ആകുമ്പം അവനും സമാധാനമുണ്ട്, പിന്നെ നിങ്ങൾക്കും ഒരു ആശ്രയം ആവുമല്ലോ, എവിടെയെങ്കിലും ഓടണമെങ്കിൽ ഇവനെ വിളിച്ചാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അതിന് ഞങ്ങൾക്ക് ജോസ് കുട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ അവനെങ്ങ് പറഞ്ഞു വിട്ടേരെ എന്ന് പറയുവാണ് സെലിൻ. അന്നേരം ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, ഇവൻ ഇവിടുത്തെ പട്ടിയെ കുളിപ്പിക്കുമോ, അതുപോലെ പട്ടിയെ നടക്കാൻ കൊണ്ടുപോകും, അതുപോലെ പറമ്പിലിറങ്ങി പറമ്പിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അവനെ കൊണ്ട് പറ്റിയല്ല, അതിനിവിടെ വേറെ ജോലിക്കാരില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അതെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു പെങ്കൊച്ചുള്ളതല്ലേ, അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അവൾ വേലക്കാരിയല്ലേ, അവളുടെ കാര്യം നോക്കിയാൽ പോരെ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അന്തേക്കും ഇവർ നിന്നോ എന്ന് പറയുന്നതിന് മുമ്പ് ജെയിംസ് റോണിയോട് പറയുവാണ്, എടാ നീ അലമ്പൊന്നും ഉണ്ടാക്കാതെ ഇവിടെ നിന്നോണം കേട്ടോ എന്ന്. എന്നിട്ട് സെലിൻ ഗ്രേസിയമ്മയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആ പെണ്ണിന് ഒരു പരിധി കൂടുതൽ സ്വാതന്ത്ര്യം ഈ വീട്ടിൽ കൊടുക്കുന്നുണ്ട്, അവൾ കയറി ഇറങ്ങി നടക്കുന്നത് കണ്ടാൽ നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാകും, അതുകൊണ്ട് അത്രയും സ്വാതന്ത്ര്യമൊന്നും കൊടുക്കണ്ട, നിൽക്കേണ്ടടുത്ത് നിർത്തിക്കോണം, അതുപോലെ ഇവിടെ കുറേ സ്വർണവും പണവും ഒക്കെ ഉള്ളതല്ലേ, അവളതെല്ലാം അടിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾ എന്നാ ചെയ്യും, അതുകൊണ്ട് അവൾ സൂക്ഷിച്ചോണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ കുശും പറഞ്ഞു കൊടുക്കുക. ഇനി ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല. ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ഏതായാലും നിങ്ങൾ പറഞ്ഞത് നന്നായി, ഞാൻ സൂക്ഷിച്ചോളാം എന്ന്. ഇതെല്ലാം കഴിഞ്ഞ് കുറേ കാര്യങ്ങളൂടെ പറഞ്ഞ് ഇങ്ങനെ രേവതിക്കുട്ടീനെ ഒന്ന് അകറ്റാൻ വേണ്ടി നോക്കുവാണ് ഗ്രേസിയമ്മയിൽ നിന്ന്. ഇത് കേൾക്കുന്ന രേവതിക്കുട്ടിക്ക് ആകെ സങ്കടമാകുന്നുണ്ട്. രേവതിക്കുട്ടി മുകളിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കേട്ട് വിഷമിച്ച് നിൽക്കുന്ന രേവതിക്കുട്ടിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ട്. പ്രമോയിൽ ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അത് രേവതിക്കുട്ടി അത്ര ശരിയല്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്, ആ രീതിക്ക് അവൻ ഇവിടെ വന്ന് നിന്ന് അവൻ്റെ ഫുഡൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ വെച്ച് വിളമ്പുന്നില്ല, അതിൻ്റെ കൂടെ അതങ്ങ് ശരിയായിക്കോളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇനി കൊണ്ട് നിർത്തുമോ എന്നറിയില്ല. അതുപോലെ നമ്മുടെ മനുവിനെ കാണാനായിട്ട് അനന്യ വരുന്നു. അനന്യയെ കാണുന്നതും ഭയങ്കര സന്തോഷത്തോടെ കമൽ സ്വീകരിക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു.